പ്ലേറ്റ് കണ്ടുപിടിക്കാൻ പോവാണ്. പാർക്കിംഗ് പ്ലേറ്റ് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതായത് പാർക്കിംഗ് പ്ലേറ്റ് വരുന്ന കേസിൽ മാത്രമാണ് നമ്മൾ ഈ ഒരു പോർഷൻ ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, പേജ് നമ്പർ 75 ഓഫ് കോഴ്സ് 10.3.3 ഇതിനകത്ത് നമ്മൾ പാർക്കിംഗ് പ്ലേറ്റ് വരുമ്പോഴത്തെ ഒരു കണ്ടീഷൻ പറയുന്നത്, അതായത് ഇഫ് പാർക്കിംഗ് പ്ലേറ്റ്സ് തിക്നെസ് ഈസ് ഗ്രേറ്റർ ദാൻ 6 mm ഷിയർ സ്ട്രെങ്ത് ടു ബി മൾട്ടിപ്ലൈഡ് ബൈ റിഡക്ഷൻ ഫാക്ടർ. അപ്പോൾ നമുക്ക് പാർക്കിംഗ് പ്ലേറ്റിൻ്റെ തിക്നെസ് 6 mm ഗ്രേറ്റർ ആയിട്ട് വരുമ്പോഴത്തെ കേസാണ് പറയുന്നത്. അപ്പോൾ നമ്മളുടെ അടുത്ത് പാർക്കിംഗ് പ്ലേറ്റിൻ്റെ തിക്നെസ് എന്ന് പറയുന്നതാണ് 8 mm ആണ് അല്ലേ. അപ്പോൾ 6 കൂടുതലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, ബീറ്റ പി കെ ഇസ് ഈക്വൽ ടു 1.0.0125 TPK പറയുന്ന ഈ ഒരു ഇക്വേഷനാണ് നമ്മളെന്ത് പാർക്കിംഗ് പ്ലേറ്റിൻ്റെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ 1 ഇവിടെ ഉണ്ട്. ഈ TPK എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ പാർക്കിംഗ് പ്ലേറ്റിൻ്റെ തിക്നെസ് ആണ്. പാർക്കിംഗ് പ്ലേറ്റ് ഓഫ് തിക്നെസ് ഓഫ് പാർക്കിംഗ് പ്ലേറ്റ് അതെന്താണ്, നമ്മുടെ 8 mm ആണ് അല്ലേ. അപ്പോൾ നമ്മൾ ഇക്വേഷൻ 8 എന്ന് കൊടുത്തു. അപ്പോൾ നമുക്ക് 0.9 കിട്ടി. അങ്ങനെയാണെങ്കിൽ ആക്ച്വൽ VDSP അതായത് നമ്മളുടെ ആക്ച്വൽ ഷിയർ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ കിട്ടിയിട്ടുള്ള പാർക്കിംഗ് പ്ലേറ്റിൻ്റെ ഈ ഒരു വാല്യൂ ഉണ്ടല്ലോ 0.9 അതിനെ എന്തുകൊണ്ട് ഇൻഡ്യൂ ചെയ്യണം, ഷിയർ സ്ട്രെങ്ത് കൊണ്ട് ഇൻഡ്യൂ ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ആക്ച്വൽ ഷിയർ സ്ട്രെങ്ത് കണ്ടുപിടിച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, സാധാരണ പോലെ നമ്മുടെ ബെയറിംഗ് സ്ട്രെങ്ത് കണ്ടുപിടിക്കുക. ബെയറിംഗ് സ്ട്രെങ്ത്തിൻ്റെ ഇക്വേഷനിൽ ഓരോരുത്തരെയും കൊണ്ടിട്ടു. ഇവിടെ നമ്മൾ തിക്നെസ് കവർ പ്ലേറ്റിൻ്റെ എടുക്കൂല. കാരണം എന്താണെന്നറിയോ, നമുക്ക് 18 mm എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഫസ്റ്റത്തെ കവർ നമ്മുടെ അതായത് ഫിഗർ വെച്ച് കാണിച്ചാൽ ഇതെന്ന് പറഞ്ഞത് 18 mm ആണ് ഒരു കവറിൻ്റെ തിക്നെസ് എന്ന് പറഞ്ഞത്. ഈ കവറിൻ്റെ തിക്നെസ് എത്രയാണ്, 8 mm ആണ്. ഈ കവറിൻ്റെ ഇവിടെ നമുക്കെന്ന് പറഞ്ഞാൽ 2 കവർ പ്ലേറ്റ് ഉണ്ട് അല്ലേ. ഇതൊരു 8 mm ഉണ്ട്, ഇതും 8 mm ആണ്. അപ്പോൾ നമ്മളിവിടെ എന്താണ് എടുക്കുക, 2 എണ്ണത്തിനെ നമ്മൾ കൺസിഡർ ചെയ്യണം. അതായത് 8 + 8. അപ്പോൾ കവർ പ്ലേറ്റിൻ്റെ തിക്നെസ് എന്ന് പറയുമ്പോൾ നമ്മൾ 16 mm ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ കവർ പ്ലേറ്റിൻ്റെ തിക്നെസ് ലീസ്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റില്ല. കാരണം എന്താണ്, 2 കവർ പ്ലേറ്റും കൂടി ആഡ് ചെയ്തിട്ടുള്ളതേ നമ്മൾ കൺസിഡർ ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ട് 10 mm വിൽ ബി ദ ലീസ്റ്റ് തിക്നെസ്. ഓക്കെ, അപ്പോൾ നമ്മൾ T ആയിട്ട് എന്തെടുക്കണം, 10 ആയിട്ട് എടുക്കണം. മനസ്സിലായില്ലേ പറഞ്ഞത്, അതായത് 2 കവർ പ്ലേറ്റിനെ കൂടി കൂട്ടിയിട്ട് 16 mm ആണ്. അപ്പോൾ അതുകൊണ്ട് 18 ഉണ്ട്, 10 ഉണ്ട്, 16 ഉണ്ട്. ഇതിൽ ഏറ്റവും ചെറുത് ഏതാ, 10 mm അല്ലേ. അപ്പോൾ നമ്മൾ 10 എടുക്കണം. ഓക്കെ, നമ്മൾ പക്ഷേ എന്തുകൊണ്ട് സിംഗിൾ കവർ എടുത്തില്ല, 10 mm എടുത്തില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഒറ്റ കവർ പ്ലേറ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് 18, 10, 8 അങ്ങനെയല്ലേ വന്നേ. അപ്പോൾ അതുകൊണ്ട് 8 അല്ലേ ചെറുത്, അങ്ങനെയാണ് എടുത്തത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നമ്മളിവിടെ 10 mm കൊടുത്തു. നമ്മൾ ഇക്വേഷൻ കണ്ടുപിടിച്ചു, ബോൾട്ട് വാല്യൂ കിട്ടി. ബോൾട്ട് വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിച്ചത്, ഇവിടെ 64 അവിടെ ആക്ച്വൽ ഷിയർ സ്ട്രെങ്ത് തന്നെ നോക്കാണ്ട് 59 ആണ്. അപ്പോൾ നമുക്കിവിടെ എന്താണ് ആൻസർ കിട്ടുക, 59.51 നമ്മളുടെ ബോൾട്ട് വാല്യൂ. നമ്പർ ഓഫ് ബോൾട്ട് എങ്ങനെയാണ് കണ്ടുപിടിക്കും, 150 ഡിവൈഡ് ബൈ 59.51 kN വിച്ച് ഈസ് ഈക്വൽ ടു 3. അതിനെ നമ്മൾ എന്ത് ചെയ്യുക, റൗണ്ട് ചെയ്ത് എപ്പോഴും നമ്മൾ ഈവൺ ബോൾട്ട് തന്നെ എടുക്കാൻ പാടുള്ളൂ, അല്ലാണ്ട് ഓഡായിട്ട് എടുക്കരുത്. അപ്പം നമുക്ക് എന്ത് ചെയ്യുക, 4 എന്ന് പറഞ്ഞിട്ട് കിട്ടി. 4 ആയിട്ട് നമ്മൾ എടുത്തു, നമ്മൾ വരച്ചപ്പോഴത്തേക്ക് 4 നമ്മൾ ഈക്വലി കൊടുക്കുക. ഇതിന് വലിയ ടെൻഷൻ അടിക്കാനൊന്നുമില്ല. 4 എണ്ണല്ലേ ഉള്ളൂ, ഇങ്ങോട്ടും 2, ഇങ്ങോട്ടും 2, ഇങ്ങോട്ടും 2. അപ്പോൾ നമ്മളിത് കൊടുത്തു. നമ്മളിവിടെ എന്ത് ചെയ്തു, ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു ക്രിട്ടിക്കൽ പാത്ത് ഇതാ വരച്ച് പോയിട്ടുണ്ട്. ക്രിട്ടിക്കൽ പാത്ത് വേണമെങ്കിൽ ഞാനും വരയ്ക്കാം. ഒരു ക്രിട്ടിക്കൽ പാത്ത് വരച്ചു. ഈ ക്രിട്ടിക്കൽ പാത്തിൽ എന്താണ്, അപ്പം n എന്ന് പറയുന്നത് എത്രയായിരിക്കും, വിൽ ബി 2 ആയിരിക്കും. അപ്പോൾ നമ്മൾ n-ൻ്റെ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുക. നമുക്ക് എന്തെന്ന് കിട്ടി, TDN അതായത് നമ്മുടെ ടെൻസൈൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് 387.30 kN എന്ന് പറഞ്ഞ് കിട്ടി. അതെന്ന് പറയുന്നത് എന്താണ്, 150-നേക്കാളും ഗ്രേറ്റർ അല്ലേ, ഹെൻസ് ഇറ്റ് ഈസ് സേഫ്. അപ്പം നമ്മളുടെ ഈ ഒരു പ്രോബ്ലം കഴിഞ്ഞു. മനസ്സിലായിട്ടുണ്ടാവും ചോദിക്കുന്ന എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോട്ടാ. ഈ ബോൾട്ട് കണക്ഷനിൽ വരാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ഇത് തന്നെയാണ്. പിന്നെ ഇതിൽ പ്രത്യേകിച്ച് വേറെ ക്വസ്റ്റ്യനായിട്ടൊന്നും ചോദിക്കില്ല എന്ന് വിചാരിക്കുന്നു. പറയാൻ പറ്റില്ല കേട്ടോ, നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും. ഇതിനകത്തല്ല, അതായത് ബോൾട്ട് കണക്ഷനിൽ വരുന്ന എല്ലാ ഭാഗവും ഇതിനകത്ത് വരുന്നുണ്ട്. അതായത് സിംഗിൾ കവർ ഉണ്ട്, ഡബിൾ കവർ ഉണ്ട്, അതുപോലെ തന്നെ ലാബ് ജോയിൻ്റ് ഒക്കെ വരുന്നുണ്ട്. ഓക്കെ.